വാങ്മയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ് സ്തോത്രകാവ്യം. ഇന്ന് പലരും ആ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടില്ല. തികച്ചും ഒരു ഗവേഷണാത്മകമായ ഒരു കാര്യമാണ് ഈ കാവ്യം എന്നുള്ളത്. വളരെയേറെ പണ്ഡിതന്മാർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണത്. അതിൽ പ്രധാനപ്പെട്ട സ്തോത്രകാവ്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ മുകുന്ദമാല, ശ്രീകൃഷ്ണ കർണാമൃതം, നാരായണീയം, ഭജഗോവിന്ദം, ശ്രീപാദ സപ്തതി, ശിവാനന്ദലഹരി, സൗന്ദര്യലഹരി എന്നിവയായിരുന്നു. ഈ സ്തോത്രകാവ്യങ്ങൾ ഒട്ടാകെ തന്നെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കേരളത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നും അതിൻ്റെ ഒരു വൈശിഷ്ട്യമാണ്. ഈ സൗന്ദര്യലഹരി തികച്ചും ഒരു താന്ത്രിക കൃതിയാണ്. ശ്രീ ശങ്കരാചാര്യരാണ് അതിന്റെ ഉപജ്ഞാതാവ് എന്നതിൽ ചില പണ്ഡിതന്മാർക്ക് വിപ്രതിപത്തി ഉണ്ടെങ്കിലും അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നതായ ലക്ഷ്മീധരൻ വ്യാഖ്യാനത്തിൽ ശ്രീ ശങ്കര ഭഗവത്പാദരാൽ എഴുതപ്പെട്ടത് എന്ന് പ്രത്യേകം പറയുന്നത് കൊണ്ട് അത് ശങ്കരാചാര്യൻ തന്നെയാണ് എന്ന് പറയുന്നത് യാതൊരു അബദ്ധവുമില്ല. കൂടാതെ അതിന്റെ ആനുപൂർവികമായിട്ട് സുഭഗോദയം എന്ന ഒരു കൃതി ഗോവിന്ദ ഭഗവത്പാദർ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോഴാണ് സൗന്ദര്യലഹരിയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലതരത്തിലും ഉള്ളതായ ഉപാസനാ സമ്പ്രദായങ്ങളെയും മറ്റു ദർശന ശാഖകളെയും ഒക്കെ തന്നെ ശ്രീ ശങ്കരാചാര്യർ നിഷേധിച്ച അവസരത്തിൽ കൗള സമ്പ്രദായത്തെയും തന്ത്രവിദ്യയും ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. തികച്ചും തന്ത്രവിദ്യയിൽ അധിഷ്ഠിതമായിരിക്കുന്ന, ശാസ്ത്രീയ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന, ദൈവോപാസന അധിഷ്ഠിതമായിരിക്കുന്ന ഒരു മഹത്തായ ഒരു സ്തോത്രകാവ്യമാണ് സൗന്ദര്യലഹരി എന്ന് പറയുന്നത്. വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. വളരെയേറെ അലങ്കാര പ്രയോഗങ്ങളും കൽപ്പനകളും കാവ്യാസ്വാദനപരമായ സംസ്കാര ഭംഗിയും ഒക്കെ തന്നെയുള്ളതായ ഈ സൗന്ദര്യലഹരി സ്തോത്രം വളരെയേറെ സഹൃദയന്മാരുടെ മനസ്സിനെ വളരെയേറെ കൂലങ്കഷമായി തന്നെ ചിന്തിപ്പിക്കുവാനും അതേമാതിരി ആസ്വദിക്കുവാനും ഒക്കെ തന്നെ സഹായകമായി മാറുന്നുണ്ട്. ഇത്തരമൊരു കാവ്യം ശങ്കരാചാര്യരല്ല എന്ന് ചിലർ വാദിക്കുന്നുണ്ടെങ്കിൽ അതിന് യാതൊരു പ്രാമാണ്യവുമില്ല എന്ന് തന്നെ വേണം പറയാൻ. ശങ്കരാചാര്യൻ അദ്ദേഹം ബ്രഹ്മസൂത്ര മഹാഭാഷ്യത്തില് പാഞ്ചതന്ത്രം, വൈഖാനസം, പാശുപതം, ബൗദ്ധം, സൗരം തുടങ്ങി എല്ലാവിധ ഉപാസനാ സമ്പ്രദായങ്ങളെയും അതിൻ്റെ താത്വികമായിട്ട് വിലയിരുത്തി അതിൻ്റെയൊക്കെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ എന്ന കൗള സമ്പ്രദായത്തെ കുറിച്ച് ഒരിക്കലും താത്വികമായ സമീപനത്തിൽ നിഷേധിച്ചിട്ടില്ല. തന്നെയുമല്ല, കൗള സമ്പ്രദായത്തിലാണ് യഥാർത്ഥമായ അദ്വൈത അനുഭൂതി കൈവരിക്കുവാൻ സാധിക്കുക എന്നതുകൂടി ആ തന്ത്രശാസ്ത്ര കൃതികളിലൂടെ നമുക്ക് വ്യക്തമാക്കി കാണുന്നുണ്ട്. അതിലെ ഗുരു സ്തോത്രപരമായ ഒരു കാര്യം, ബ്രഹ്മാനന്ദം പരമസുഖതം കേവല ജ്ഞാനമൂർത്തി വിശ്വാതീതം ഗഗനസൃഷ്ടം തത്വമസ്യാദി ലക്ഷ്യം ഏകം നിത്യം വിപലമചരം സർവതീ സാക്ഷിഭൂതം ഭാവാതീതം വിവരഹിതം സദ്ഗുരും തന്നമാമി എന്ന് പറയുമ്പോൾ ഇവിടെ തത്വമസ്യാദി ലക്ഷ്യം 4 മഹാവാക്യങ്ങൾ ഒന്നാണത്. അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ, വിജ്ഞാനം ബ്രഹ്മ. അത് അഭേദമായിരിക്കുന്ന അവസ്ഥ നാം കൈവരിക്കുന്നത് തത്വമസി എന്ന വാക്കിലൂടെ. അത് നീയാകുന്നു. അത് തന്നെയാണ് സോഹം, അവൻ ഞാനാകുന്നു. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ശരിയായ വിധത്തിൽ